ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓണസദ്യയിലെ ഏറ്റവും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ഈ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ ഓണത്തിന് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീറ്റ്റൂട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടൊരു മൺചട്ടിയിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൽ നിന്നും എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങും. നമുക്കിനി ഇത് കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ കറക്റ്റായിട്ട് ഇത് വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നമുക്ക് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങയിൽ നിന്നും അരമുറി തേങ്ങ ഫുള്ളായിട്ട് വേണ്ട, അരമുറിൻ്റെയും ഒരു കാൽഭാഗം മാത്രം എടുത്താൽ മതി. ആ തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്ര മാത്രം മതി കേട്ടോ, അധികം ആയി പോവരുത്. ഇതിലേക്ക് ഒരു പിഞ്ച് ചെറിയ ജീരകം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായി പോവരുത് ഒന്നും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചിയും ചെറിയ ജീരകവും ചേർക്കുന്ന സമയത്ത് ഒന്നും അധികമായി പോവരുത് കേട്ടോ. ഇഞ്ചി ആണെങ്കിലും വളരെ ചെറിയൊരു പീസ് മാത്രം മതി, ചെറിയ ജീരകവും വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളം ഒത്തിരി ഒഴിക്കരുത്. ഇത് അരയ്ക്കാൻ വേണ്ടി മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ല പേസ്റ്റാക്കി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളവും കൂടി ഉണ്ട്, ആ വെള്ളവും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി മൂടി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല കറക്റ്റായ രീതിയിൽ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ തേങ്ങേൻ്റെ കൂട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ബീട്രൂട്ടും ഈ തേങ്ങേൻ്റെ കൂട്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പച്ചടിക്ക് വേണ്ടി തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തേങ്ങയിൽ ഒട്ടും വെള്ളം ആയി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ആവാനേ പാടില്ല. അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ഈ പച്ചടി കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ ടൈമിങ്ങിൽ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ കരിഞ്ഞ് വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റായിട്ട് ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ നല്ലതുപോലെ ഒരു സ്പൂണും കൊണ്ട് ഉടച്ചെടുത്ത് തൈരാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല കട്ട തൈരായിട്ടാണ് ഉള്ളതെങ്കിൽ ഒന്ന് മിക്സഡ് ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയൊക്കെ അടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മിക്സിയിലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അത്യാവശ്യം കട്ടയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പോളം തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. എന്നാൽ ഒരു മീഡിയം രീതിയിൽ പുളിയുണ്ട്. ഒട്ടും പുളി കുറഞ്ഞും പോകരുതെന്ന് അധികമായി പോവുകയും ചെയ്യരുത്. ആ രീതിയിലുള്ള തൈരായിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല കട്ട തൈരാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആവി സൈഡിൽ കൂടി ഇങ്ങനെ വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം മൺചട്ടി അതിൻ്റെ പേരിൽ ഒന്നും കൂടി തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചൂട് പോകുന്നതിന് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കറി തിളച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഈ എണ്ണ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ പച്ചടിക്ക് നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പച്ചടിയാണ് ഈ ബീറ്റ്റൂട്ട് പച്ചടി. നമ്മുടെ സദ്യയിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് ഈ ബീറ്റ്റൂട്ട് പച്ചടി കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ്. അപ്പോൾ എണ്ണ ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് ഒരു അടുപ്പും കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എണ്ണ ചേർത്ത പാടെ നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണേൻ്റെ ആ ഒരു മണവും ഒക്കെ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി നല്ല സ്വാദോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും വീട്ടിൽ ഇതുപോലൊരു ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഓണസദ്യൻ്റെ കൂട്ടത്തിൽ ഇതുപോലത്തെ ഒരു ബീറ്റ്റൂട്ട് പച്ചടിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ സദ്യ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് നമ്മൾക്ക് നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പം മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ വ്ളോഗ്സും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ചാനലിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ കണ്ടുനോക്കുക. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.